ജിപിയെയും ഗോപികയും പ്രേക്ഷകർക്ക് ഏറെ ഇഷ്ടമുള്ളവരാണ്. വ്ലോഗുകളിലൂടെ ഇവർ പങ്കിടുന്ന വിശേഷങ്ങൾ പെട്ടെന്ന് വൈറലായി മാറാറുണ്ട്. ഇപ്പോഴത്തെ ഗോപികയുടെ പിറന്നാൾ ആഘോഷത്തെക്കുറിച്ചും ഇപ്പോഴത്തെ ജീവിതത്തിലെ മാറ്റങ്ങളെ പറ്റിയും എല്ലാം പറഞ്ഞിരിക്കുകയായിരുന്നു ജിപി. അത്രയും ആഘോഷവും എക്സൈറ്റ്മെന്റും ആയിരുന്നു ഇത്തവണ. മൊത്തം എയറിലായിരുന്നു എന്ന് പറയാം. മിറ്റുവിന്റെ ബർത്ത്ഡേ ഗ്രാൻഡ് ആക്കിയത് കൊണ്ട് എന്തെങ്കിലും പ്ലാൻ ചെയ്യണം എന്ന് ഗോപിന് അറിയുമായിരുന്നു. മെയിൻ പരിപാടിക്ക് കൊണ്ടുപോകുന്നതിന് മുന്നേ ആയിരുന്നു ഞങ്ങൾ വാമപ്പിന് പോയത്. അവിടെ ചെല്ലുമ്പോൾ എല്ലാവരും ഗോപിയുടെ ഫോട്ടോ എടുത്ത് വെച്ചിരിക്കുകയായിരുന്നു വെൽക്കം ചെയ്തത്. ഇതൊക്കെ ഞാൻ ഇനി എവിടെ തൂക്കി വെക്കണമെന്നായിരുന്നു ഗോപിയുടെ ചോദ്യം. മേലോട്ട് കയറുന്നതിനോട് ഇഷ്ടമാണെങ്കിലും സ്കാരി ഹൗസ് ഗോപിന് പേടിയാണ്. ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ പൊക്കിയെടുത്താണ് ഷഫ്ന ഗോപിനെ കൊണ്ടുപോയത്. ഞാൻ വരുന്നില്ല, നിങ്ങൾ പോയിട്ട് വരൂ എന്ന് ഗോപിക പറയുന്നുണ്ടായിരുന്നു. ഞാനുമുണ്ട്, നീ വാ എന്നായിരുന്നു ജിപി ഗോപികയോട് പറഞ്ഞത്. ജോയിന്റ് വീൽ കയറുന്നതിനും പിന്നീട് ഗോപിക എക്സൈറ്റഡ് ആയപ്പോൾ ഷഫ്നയായിരുന്നു പിന്നു വരുന്നത്. ഇപ്പോൾ തന്നെ എനിക്ക് കാല് വിറയ്ക്കുന്നു, ഞാൻ വരുന്നില്ല എന്നാണ് ഷഫ്നയും പറഞ്ഞത്. വണ്ടിയിൽ പോകുമ്പോൾ തന്നെ പേടിയാണ് എനിക്ക്. എന്നെ സംബന്ധിച്ച് ഞാൻ ഇതെല്ലാം എൻജോയ് ചെയ്യുന്നതായിരുന്നു എന്ന് ഗോപികയും പറയുന്നത്. കാണുകയും ഫോട്ടോ എടുക്കാനും വരുന്നവരെല്ലാം ഗോപികയുടെ ഫോട്ടോ പിടിക്കുന്നു. ഗോപികയുടെ മാത്രം ഫോട്ടോ കയ്യിലുണ്ടായിരുന്നതല്ലേ. സർപ്രൈസായ അവൾ ആകെ ഷോക്കിലായിരുന്നു ജീപ്പ് പറഞ്ഞത്. എന്തോ ഭാഗ്യത്തിന് നല്ല ഫോട്ടോ ഇവർ സെലക്ട് ചെയ്തത്. ഒരു എക്സിബിഷന് പോയതായിരുന്നു ഞങ്ങൾ. ആദ്യം ആ ബോട്ടിൽ കയറി അവിടെ എല്ലാവരും ഹാപ്പി ബർത്ത്ഡേ പാടിയിരുന്നു. നമ്മളെപ്പോഴും കറക്കണമായിരുന്നില്ലേ. എല്ലാവരും പറയുന്നത് ഈ ബർത്ത്ഡേ കറങ്ങിയത് ആഘോഷിക്കുന്നത് ജീപ്പ് പറയുകയായിരുന്നു. പണി കൊടുത്തു എന്ന് ഉദ്ദേശിച്ചത് ഗോപുവിനായിരുന്നെങ്കിലും പേടിച്ചത് ഷഫ്നിയായിരുന്നു. പൊതുവെ സഹായിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണ് ഗോപു. അവർ അവരുടെ ജീവിതം വളരെയധികം സന്തോഷമായി തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എന്നാൽ ഇതിലും സോഷ്യൽ മീഡിയയിലെല്ലാം തന്നെ വലിയ രൂപത്തിലുള്ള വിമർശനവും ആരാധകർ കൊടുക്കുന്നുണ്ട്. ഇവരും തമ്മിലുള്ള വ്യാജ വാർത്തകളും സോഷ്യൽ മീഡിയയിൽ ഇതിനോടകം പ്രചരിക്കുന്നുണ്ട്. എന്നാൽ ഇവരും സന്തോഷകരമായ ഒരു ജീവിതം തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന കാര്യം ശ്രദ്ധിക്കുക. വാർത്തകളും വിശേഷം എത്രയും പെട്ടെന്ന് അറിയാൻ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഫ്രണ്ട്സ്.